പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഭീകരവാദി എന്ന് വിളിച്ച മല്ലികാർജുൻ ഖാർഗെ എന്തിനാണ് വിളിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തങ്ങൾക്കെതിരെ പരസ്യമായിട്ട് ടാക്സ് വെട്ടിപ്പിന്റെയൊക്കെ കേസുകൾ എപ്പോഴും കൊടുക്കാറുള്ളത് കൊണ്ടാണ് ഭീകരവാദി എന്ന് വിളിച്ചതെന്നാണ് പറയുന്നത്. എന്തായാലും സംഭവം കൈവിട്ടു പോയിട്ടുണ്ട്. ഈ ഒരു പത്രസമ്മേളനം ചെന്നൈയിൽ നടന്നൊരു പത്രസമ്മേളനത്തിലാണ് മല്ലികാർജുൻ ഖാർഗെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇങ്ങനെ ഒരു അഭിസംബോധന ചെയ്തത്. How can they join with Modi, who is a terrorist? Modi is not for these principles. And one more thing I want to tell, how this AIDMK people who themselves put the photo of Annadurai and the party itself is Annadurai, how can they join with Modi, who is a terrorist and he who won't believe in equality? His party won't believe in equality and justice. And these people are joining with them. It means that they are weakening democracy. They are weakening the philosophy of Annadurai, Kamaraj, Periyar and Kalingar and Baba Saheb Ambedkar. The Congress DMK alliance will continue to deliver. ഭീകരവാദി എന്ന് വിളിക്കുന്നതിന്റെ കാരണം 24 മണിക്കൂറിനുള്ളിൽ വ്യക്തമാക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി കൊടുത്തിരുന്നു. ആരാണ് പരാതി കൊടുത്തതെന്ന് വെച്ചു കഴിഞ്ഞാൽ നിർമ്മല സീതാറാം, BJPയിലെ നിർമ്മല സീതാറാം ഉൾപ്പെടെയുള്ള പ്രമുഖരാണ് പരാതി കൊടുത്തത്. കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഭീകരവാദി എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്ത് കളിയാക്കിയിരിക്കുന്നത്. ഇന്ത്യയുടെ ജനാധിപത്യത്തെയും ഒപ്പം പ്രധാനമന്ത്രിയും ഒരുപോലെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുകയാണ് മല്ലികാർജുനയുടെ നിലപാട് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം BJPയുടെ ഭാഗത്തുനിന്നും ഉയർന്നും വരുന്നുണ്ട്. തമിഴ്നാട് തെരഞ്ഞെടുപ്പിൽ AIDMK BJPയുമായിട്ട് സഖ്യമുണ്ടാക്കിയതിന്റെ ഒരു പ്രതിഷേധമായിട്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഭീകരവാദി എന്ന് അഭിസംബോധന ചെയ്തത്. ഇത്രയും ഭീകരവാദിയായ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഭീകരവാദിയായ ഒരു പാർട്ടിയുടെ കൂടെ AIDMK എങ്ങനെ സഖ്യം ചേർന്നു എന്നാണ് മല്ലികാർജുനയുടെ സംശയം. അയാൾ അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ കവി ഉദ്ദേശിച്ചത് ചെറുതായിട്ടൊന്ന് പാളിപ്പോയിട്ടുണ്ട്. DMK ആയിട്ട് എങ്ങനെ സഖ്യം ചേരുമെന്ന് ചോദിച്ചപ്പോൾ മറുവശത്ത് പ്രധാനമന്ത്രിയാണ് നിങ്ങൾ മോശമായിട്ട് ചിത്രീകരിച്ചതെന്ന് കൂടി ആലോചിക്കണമായിരുന്നു. ഇനി ഇത് ജനാധിപത്യത്തെ തന്നെ വെല്ലുവിളിക്കുന്ന രീതിയാണെന്നാണ് ജയറാം രമേശ് പറയുന്നത്. കാരണം മല്ലികാർജുനയുടെ വാക്കുകൾ വളരെ വ്യക്തമാണ്. ജനാധിപത്യത്തെ തന്നെ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എപ്പോഴും BJPയുടെ അണ്ടറിലാണെന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ജയറാം രമേശ്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ജനാധിപത്യത്തെ ജനാധിപത്യമായിട്ട് നേരിടണം എന്നാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം DMKയുടെ നേതാവിന്റെ വീട്ടിൽ നിന്ന് പണം കണ്ടെടുത്തത്? ദിവസത്തെ കലുഷിതമാക്കി വോട്ടിന് കോഴ പരാതികൾ. ചെന്നൈ മൈലാപ്പൂരിലെ DMK സ്ഥാനാർത്ഥി D വേലുവിന്റെ സഹായി സത്യമൂർത്തിയുടെ വീട്ടിൽ നിന്ന് 2 കോടി രൂപ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫ്ലൈയിംഗ് സ്ക്വാഡ് പിടിച്ചെടുത്തു. അടുക്കളയിലും കിടപ്പുമുറിയിലുമായി 500 രൂപയുടെ കെട്ടുകളും പണം നൽകേണ്ടവരുടെ പട്ടികയടങ്ങിയ രേഖകളും കണ്ടെത്തി. വേലുവിനെ അയോഗ്യനാക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. DMK MLA സെന്തിൽ ബാലാജി മത്സരിക്കുന്ന കോയമ്പത്തൂർ സൗത്തിലെ വോട്ടെടുപ്പ് മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് AIDMK സ്ഥാനാർത്ഥി അമ്മൻ കെ അർജുനൻ ജില്ലാ കളക്ടറേറ്റിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി കോടികൾ പിടിച്ചെടുത്തിട്ടും നടപടിയില്ലെന്ന് അർജുനൻ ആരോപിച്ചു. தேர்தலை கண்டிப்பா இது நிறுத்தியே ஆகணும். மக்கள் சுவிச்சமா வாழணும்னா பயமில்லாத தேர்தல் அப்புறம் எப்ப தேர்தல் கமிஷன் பண்ணுதோ அப்ப பண்ண. இந்த நாளைக்கு நடக்கிற தேர்தல் கண்டிப்பாக நடத்தக்கூடாது. വോട്ടിന് പണം കൊടുക്കുന്നത് തനിക്ക് ഇഷ്ടമില്ലാത്ത രീതിയാണെന്നായിരുന്നു ബാലാജിയുടെ പ്രതികരണം. അപ്പോൾ ഇത് ജനാധിപത്യത്തിന്റെ രീതിയാണോ? ശരിയായ രീതിയാണോ? DMKയുടെ നേതാവിന്റെ വീട്ടിൽ നിന്നുമാണ് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം തന്നെ റദ്ദാക്കണമെന്നാണ് TVK പറയുന്നത്. അപ്പോൾ ശരിക്കും ഇത് TVK ആണോ തമിഴ്നാട്ടിൽ കൊണ്ടുപോവുക, അതോ DMK ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ തന്നെ ഇപ്പോൾ അർത്ഥവത്തായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം 2 ചേരിയാണ് DMKയും സ്റ്റാലിന്റെ DMKയും TVK തമിഴ്നാട് ദ്രാവിഡ മുന്നേറ്റ കഴകം വിജയുടെ പാർട്ടിയുമാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് കിറ്റ് കൊടുത്തൊരു വിവാദവും അതിന്റെ ഒപ്പം തന്നെ ഇത്ര കോടി പണം ഒരു നേതാവിന്റെ വീട്ടിൽ നിന്നും കണ്ടെടുത്തു എന്നുള്ളൊരു വാർത്തയും നമ്മൾ കേൾക്കുന്നത്. പോരാത്തതിന് 5000 രൂപയാണ് ഒരു വോട്ടർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ജനാധിപത്യത്തെ ഇത്രയും അതായത് മൂല്യവത്തായിട്ട് കാണുന്ന പാർട്ടിയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഒരു വോട്ടർക്ക് 5000 രൂപ വീതം വാഗ്ദാനം നൽകിയിട്ട് വോട്ട് ചെയ്യാനായിട്ട് അവരെ മുൻനിർത്തുന്നത്? ഇതെല്ലാം ജനാധിപത്യത്തെ വെല്ലുവിളി തന്നെയല്ലേ? ജയറാം രമേശ് എന്ന് പറയുന്ന ഒരു വ്യക്തി കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് KC വേണുഗോപാലും ജയറാം രമേശും തമ്മിൽ ഒരു വാർത്ത
വാർത്താ സമ്മേളനം നടത്തിയിരുന്നു ദില്ലിയിൽ. അതിന്റെ ഇടയ്ക്ക് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വേട്ടയെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് ഒരു വാക്കുപോലും മിണ്ടാതെ എഴുന്നേറ്റ് പോയത്? അപ്പോൾ ചില സ്ഥലങ്ങളിൽ ജയറാം രമേശ് സംസാരിക്കാൻ വാക്കുകൾ ഒരുപാടുണ്ട്. ചില സമയത്ത് പ്രതികരിക്കാനോ സംസാരിക്കാനോ ജയറാം രമേശിന് അറിയുകയില്ല, ഒപ്പം KC വേണുഗോപാലും അറിയില്ല. യഥാർത്ഥത്തിൽ ഇത് ജനാധിപത്യത്തിന്റെ പോരായ്മ എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുമ്പോൾ തമിഴ്നാട്ടിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം കിറ്റ് കൊടുത്തിട്ടും ഒരു വോട്ടിന് 5000 രൂപ വെച്ച് കൊടുത്താലും ജനങ്ങൾ വീഴുമെന്നുള്ള നിങ്ങളുടെ ഒരു വിശ്വാസമുണ്ട്. ഇത് ജനാധിപത്യത്തെ അടിച്ച് അമർത്തുന്നതിന് തുല്യം തന്നെയാണ്. ആ ജനാധിപത്യത്തെ മൂല്യം കൽപ്പിക്കുന്നവരാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരം പ്രവൃത്തികൾ നിങ്ങൾ ന്യായീകരിക്കുന്നത്?